ലൈറ്റ് കല്ല് കൂട്ടുന്നതിൽ அந்த மாதிரி டைப் கோவில் எந்த ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബൊലേറോ ഉപയോഗിച്ച് ഞാൻ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നുള്ളത്. ആ പോയ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോ കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. മെയിനായിട്ട് ഈ ട്രിപ്പിൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്ന സ്ഥലം ഒന്ന് ശബരിമല, അത് കഴിഞ്ഞിട്ട് തെങ്കാശി, പിന്നെ മേഘമല, പിന്നെ കൊടൈക്കനാൽ, പോണ്ടി, പിന്നെ വീട്ടിലേക്ക്. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. ഞാനും എൻ്റെ ഫാമിലിയും കൂടി ആദ്യം ശബരിമലയ്ക്ക് പോയി. ശബരിമലയിൽ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം അവരെ ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനും ഗണേഷും കൂടി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്തത്. ഞാൻ നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ലിമിറ്റഡ് സമയം ഉണ്ടായിരുന്നില്ല എനിക്ക് വണ്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും വലിയൊരു ട്രിപ്പ് പോവല്ലേ. അപ്പോൾ ഉള്ള ഒരു ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ ഓടി പിടിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഫോൺ സ്റ്റാൻഡ്, പിന്നെ ഫോൺ ചാർജ് ചെയ്യൽ, USB പോർട്സ്, ഓൾ ടൈം റെക്കോർഡിംഗ് ക്യാമറ, പിന്നെ അങ്ങനെ എൻജിൻ ഓയിൽ, അത് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി മൊത്തത്തിലൊരു ചെക്കപ്പ് ചെയ്യണമല്ലോ പോണേക്ക് മുന്നേ. അങ്ങനെ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ആക്സറി ഷോപ്പ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ വെച്ചിട്ടായിരുന്നു കെട്ടുനിറ ഉണ്ടായിരുന്നത്. അവിടുന്ന് കെട്ടുനിറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെയ്തത്. അതിൻ്റെ വീഡിയോസാണ് അതൊക്കെ. അങ്ങനെ കെട്ടുനിറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. പോണ വഴിക്ക് കുറേ അമ്പലങ്ങളൊക്കെ പോയി, വാവർപ്പള്ളി പോയി, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു വൈകിട്ടാകുമ്പോഴത്തേനും നമ്മൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിലയ്ക്കലിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ഒരു ടാക്സി വിളിച്ച് പോവുകയാണ് ചെയ്തത്. ഇഷ്ടംപോലെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. പക്ഷെ നിലയ്ക്കലെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ കുറേ ഫ്രോഡ് ടാക്സികളുണ്ട്. അവർ നമ്മുടെ അടുത്തൊന്ന് പറയും ബസ് കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ, ബസ് അടുത്ത് നിർത്തില്ല. ടാക്സി ആണെങ്കിൽ അടുത്ത് കൊണ്ടേ നിർത്തും. അപ്പം നമ്മുടെ കേസിൽ ഫാമിലി ഉള്ളതുകൊണ്ട് ഇനി ഇവരൊക്കെ നടത്തിക്കണ്ടല്ലോ. ടാക്സി പോകുമ്പോൾ കാണാം ബസ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. അപ്പം നിങ്ങളൊക്കെ പോകുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കും. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നട അടക്കണേക്ക് മുന്നേ ഞങ്ങൾക്ക് സന്നിധാനം എത്താൻ പറ്റിയിട്ടാണ്. വീണ പിറ്റേ ദിവസം രാവിലെ ഞാനും നമ്മുടെ ഗണേശനും കൂടി പ്രസാദമൊക്കെ മേടിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തൊഴുത് ഇറങ്ങുക ചെയ്തത്. ശബരിമലയിലാ പറയും ബ്ലാക്ക് മങ്കി കണ്ടോ? സാമീസിനെ പറയും. അങ്ങനെ ശബരിമല എല്ലാവരും നല്ല രീതിയിൽ തൊഴുതിറങ്ങിട്ടോ. ഓൺ ടൈമിൽ തന്നെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് പോകാനായിട്ട്. അങ്ങനെ ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും സേഫായി ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളവിടെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് പോണ വഴിക്ക് ബൊലേറോ ക്ലബിലെ പീയൂഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടലൊക്കെ സജസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഉസ്താദ് ഹോട്ടലിൽ പോയി നല്ല ഫുഡൊക്കെ അടിച്ചു. അവിടുന്ന് പിന്നെ സ്ട്രൈറ്റ് തെങ്കാശിക്ക് പോവുക ചെയ്ത്. അടിപൊളിയായിരുന്നു തെങ്കാശി പോയ എക്സ്പീരിയൻസ്. കാരണം ഞങ്ങൾ ഇറങ്ങി തിരിഞ്ഞപ്പോൾ തന്നെ ഇത്തിരി രാത്രി ആയിട്ടുണ്ടായിരുന്നു. കേരളം വിട്ട് തമിഴ്നാട്
തമിഴ്നാട് കയറി കഴിക്കാൻ നമ്മൾ വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കവറൊക്കെ ഊരി. കാരണം ഓപ്പോസിറ്റിൽ വരുന്ന ട്രക്കുകളൊക്കെ ഭയങ്കര ഹൈ ബീമിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ കവർ ഊരുന്ന ലൈറ്റ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് വെളിച്ചമൊന്നും കിട്ടില്ല. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റിൽ വരുന്ന വണ്ടികൾ വല്ലാണ്ട് ഹൈ ബീമിട്ട് വരുമ്പോൾ നമുക്കത് ഓൺ ചെയ്ത് കൊടുത്താൽ അവരത് ഡിം ചെയ്ത് തരും. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രി ഈ വഴി കൂടെ പോകുമ്പോൾ ഒരു തട്ടുകട കണ്ടു. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കയറി നോക്കി. അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ തട്ടുകട അന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കഞ്ഞി, ബീഫ്, പപ്പടം, ചുക്ക് കാപ്പി, അങ്ങനെ കുറച്ച് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അവർ വീട്ടിലെ ഒരു ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. ആ വിറക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്മെല്ലും തണുപ്പത്ത് അത് കഴിച്ചതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. തെങ്കാശിയിൽ കുടിക്കണ വെള്ളം അത്ര നന്നല്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചധികം വെള്ളം ഇവിടുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തു കേട്ടോ. സമയം ഏകദേശം ഒരു 10:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കിടക്കുള്ള സെറ്റപ്പൊക്കെ നോക്കി. ആമസോണിൽ ഒരു ബെഡൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഗണേശനത് എയർ ഫില്ല് ചെയ്തതിന് ശേഷം കിടക്കുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ തട്ടുകടയിലത്തെ ചേട്ടന്മാരാണെങ്കിൽ കട അടച്ച് പോവായിരുന്നു. ആ സ്ഥലം എനിക്കെന്തോ അത്ര സേഫായി തോന്നിയില്ല. അപ്പോൾ കുറച്ചും കൂടി ഫർദറായി ഡ്രൈവ് ചെയ്തിട്ട് വല്ല പെട്രോൾ സ്റ്റേഷനിലും കിടക്കാന്നുള്ള തീരുമാനത്തിൽ ഞാൻ മുന്നോട്ട് പോയി. രാത്രിയാണെങ്കിലും ട്രാഫിക് ഡബിളായിരുന്നു കേട്ടോ. ഫുള്ള് ട്രക്കായിരുന്നു. ലോഡ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവായിരുന്നു. നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയിൽ കൂടെയൊക്കെ കയറിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഫൈനലി ഒരു പെട്രോൾ സ്റ്റേഷനിലെത്തി. വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു. തുണി തിരുമ്പാളതൊക്കെ ചെറുതായിട്ട് തിരുമ്പുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ കിടക്കാമെന്ന് തീരുമാനിച്ചിട്ട് വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് കിടന്നു കേട്ടോ. അപ്പോൾ കൊന്നുറങ്ങിയ സമയത്ത് നമ്മുടെ മറ്റേ പെട്രോളും ഡീസലൊക്കെ ഫില്ല് ചെയ്യുന്ന ടാങ്കിൻ്റെ മുകളിലാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ഒന്നൊന്ന് ഉറക്കം പിടിച്ചപ്പോൾ ഒരാളൊന്ന് തട്ടി. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ടാങ്കിൻ്റെ മുകളിലെ വണ്ടിയുള്ള ഇഗ്നീഷൻ ഓണാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ശരി മാറ്റിയിടാൻ പറഞ്ഞു. മാറ്റിയിട്ടിട്ട് പിന്നെ എനിക്ക് എന്തോ ഒരു കംഫർട്ടായി തോന്നില്ല. ഈ AC ഇതുണ്ടല്ലോ, മറ്റേ തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആവണ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഗണേശൻ നല്ല കുറുകലിച്ച് ഉറക്കമായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഒരു വിശ്വാസക്കുറവ് വന്നപ്പോൾ പിന്നെ ഞാൻ രാത്രി അങ്ങനെ തന്നെ വണ്ടി എടുത്ത് പോയി. അവൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ കുற்றாലത്തേക്ക് തന്നെ പോയി. കുற்றாലം പോയി ഏകദേശം എനിക്കൊന്ന് 2 മണിക്കിട്ടാണ് 1:30-2 മണി സമയത്ത് കുற்றாലം എത്തിയിട്ട് അവിടെ കുറേ ആൾക്കാർ ബൈക്കിൽ പുറകെ ഉണ്ടായിരുന്നു. റൂം വേണോ ചോദിച്ചിട്ട്. ഞാൻ നേരെ കുற்றாലത്തേക്ക് പോവുക ചെയ്തു. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ പോയപ്പോൾ വമ്പ സെറ്റപ്പായിരുന്നു. അവിടെ 24 hours എല്ലാവരും ആക്റ്റീവാണ്. ലൈക്ക് എല്ലാ തുണിക്കട ഓപ്പണാണ്, ചായക്കട ഓപ്പണാണ്. എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു അത്. കാരണം സാധാരണ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ ക്ലോസ് ചെയ്യുമല്ലോ ഒരു 6 മണിക്ക് ശേഷമൊക്കെ, പ്രത്യേകിച്ച് വെള്ളച്ചാട്ടമൊക്കെ അല്ലേ. അവിടെ എല്ലാം ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഞാൻ പോയപ്പോൾ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു, ബ്രൂ കോഫി, പിന്നെ വട കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റായി. എന്നിട്ട് അവിടുത്തെ ആൾക്കാരായിട്ട് കമ്പനി. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. അവിടെ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഉറങ്ങി, നല്ലൊരു ഉറക്കം ഉറങ്ങി. രാവിലെ എണീച്ച് നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ രാവിലെ എണീച്ച സമയത്ത്. പല്ലൊക്കെ തേച്ച് കുറച്ച് സമയം ആയപ്പോഴത്തേനും വേറെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വന്നു തുടങ്ങി. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ദൂരത്ത് കാണുമ്പോൾ കുറച്ച് തോന്നിയെങ്കിൽ അടുത്ത് പോകുമ്പോൾ അത് അത്യാവശ്യം ഫോഴ്സുള്ള വെള്ളം തന്നെയായിരുന്നു വെള്ളച്ചാട്ടം കേട്ടോ. കുற்றாലം ഞങ്ങൾ നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്തിട്ടോ, വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്തിട്ട്. അതിനുശേഷം അവിടെയുള്ള ലോക്കൽ ഫുഡൊക്കെ ട്രൈ ചെയ്തു. പിന്നെ നമുക്ക് കൂടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് കുറേ കത്തിയൊക്കെ അടിച്ചിരുന്നു. അവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓഫർ ചെയ്ത് അതിനുശേഷം പിന്നെ നമ്മളതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുற்றாലേശ്വരൻ ടെമ്പിൾ ഉണ്ട്. നല്ല രസമാണ്. ഞങ്ങൾ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റിയില്ല, അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയില്ല. കുற்றாലം കാണാമെന്ന് എനിക്കിതൊരു വലിയ ബോണസ് ആയിരുന്നു കേട്ടോ. കാരണം 2000 കൊല്ലം പഴക്കമുള്ള ഒരു അമ്പലമാണ് എനിക്ക് കാണാൻ പറ്റിയത്. നല്ല രീതിയിൽ കൽപ്പണിയും പിന്നെ ഒരുപാട് തൂണുകളൊക്കെ ഉള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ അത്. പിന്നെ അവിടുത്തെ ലോക്കൽ ഫുഡ് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ പാൽഗോവയാണ്. പിന്നെ അവിടെ പതിനി പറഞ്ഞൊരു സാധനം കിട്ടും.
അതായത് തെങ്ങുന്ന് പനന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സാധനമാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ ആ തെങ്കാശിയിൽ നിന്ന് പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് മൊത്തം അത് അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. കള്ളല്ല, വേറൊരു സാധനമാണ്. അത് എങ്ങനെ ഇപ്പോൾ പറയാം, ഞാൻ ഇതുവരെ ലൈഫിൽ അങ്ങനെ ഒരു സാധനം കുടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ തെങ്കാശി അവിടെയൊക്കെ പോകുമ്പോൾ, തമിഴ്നാട് സൈഡൊക്കെ പോകുമ്പോൾ, ഇതുപോലെ പനയുള്ള സ്ഥലമൊക്കെ പോകുമ്പോൾ ഈ പതിനെ ഒന്ന് തപ്പിക്കോട്ടോ. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും അത് കുടിക്കുന്നത്. അങ്ങനെ കുற்றாലം മാക്സിമം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് തെങ്കാശി കാണാൻ വേണ്ടി പുറപ്പെട്ടു. തെങ്കാശി അടിപൊളി സ്ഥലമാണ്. നമ്മൾ തമിഴ് മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, നാടൻ ഗ്രാമങ്ങൾ, ചെറിയ ചെറിയ വീടുകൾ. ഇപ്പോഴും ആ പഴയ കൾച്ചറിനെ ഫോളോ ചെയ്യുന്ന, അതായത് ആ ട്രഡീഷണൽ രീതിയിൽ തന്നെ ജീവിക്കുന്ന, മോഡേണൈസേഷൻ്റെ പുറകെ ഓടാത്ത ഒരു സമൂഹം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. അതുകൊണ്ടാണ് തെങ്കാശി പോകുന്നത് ഞാൻ ചൂസ് ചെയ്തതും. ഞാൻ തീരെ ഡിസപ്പോയിൻ്റ് ആയില്ല, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും എനിക്കിഷ്ടപ്പെട്ടു. കാരണം അത് നേരിട്ട് പോയാൽ തന്നെയാണ് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഊട്ടി കൊടൈക്കനാലിൽ നിന്ന് പിടിക്കാണ്ട് ഇതുപോലെ വില്ലേജ് ഏരിയകളിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. നമുക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം പോണ വഴി മൊത്തം കാണാൻ ഒരുപാട് കാഴ്ചകളാണ്. വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അല്ലെങ്കിൽ അത് ആസ്വദിക്കാനും അങ്ങനെ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. തെങ്കാശിയിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു അമ്പലമാണ്, ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഒരുപാട് മൂവീസൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പോകാൻ പറ്റുന്നവരൊക്കെ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. കാരണം അത്രയ്ക്ക് ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ പോയി കഴിഞ്ഞാൽ. കാരണം അവിടുത്തെ കാറ്റും അവിടെ സറൗണ്ടിങ് ഒരുപാട് മൗണ്ടെയിൻസ് ആണ്. അതിൻ്റെ ഇടയിലൊരു മൗണ്ടെയിനിലാണ് ഈ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ചെട്ടിയാറിൻ്റെ ഒരു മിനി മാൻഷൻ കാണാം കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു സ്റ്റോറി ഉണ്ട്. അവിടുത്തെ ലോക്കൽസ് പറഞ്ഞതാണ് കേട്ടോ, എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ആ മലയുടെ മുകളിലേക്ക്, അതായത് നമ്മളാ പോണ അമ്പലത്തിലേക്ക് ഒരു വലിയൊരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റോഡ് മൊത്തം ഒരു ചെട്ടിയാർ ഡൊണേറ്റ് ചെയ്താന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെട്ടിയാർ വലിയൊരു കാര്യം ചെയ്ത് നമ്മളെപ്പോലെ ആൾക്കാർക്ക് മല കയറാണ്ട് വണ്ടി തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അത് ഭയങ്കര ഒരു സൗകര്യമായി. മാത്രം പോകാൻ അങ്ങനെ കിട്ടിയില്ല അല്ലേ? പോലെ വേറെ എവിടെ ഇല്ലല്ലോ. അവിടെ ആ ഭാഗം കൂടി കാണിക്കണം. ശരിക്കും പാറേനെ തുറന്നിട്ട് എടുക്കുന്ന അല്ലേ? നല്ല കുറവാണ്, നല്ല തിരിച്ചിലറിയാ. സെറ്റപ്പ് അവിടെ അതും സുഖം. ആ ഭാഗം തെങ്ങുന്തോട്ടാണ് ഇടയില്ലേ ഫുള്ളായി. എന്താ നോക്കിയ മല നോക്കിയ കട്ട് ചെയ്ത് നോക്കിയ സൈഡിൽ ഇങ്ങോട്ട് കട്ട് ചെയ്ത് നോക്കിയോ, മല ചെത്തി എടുത്തിട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്.
അവിടെ ചുറ്റുമുള്ള മലകളുടെ ഭംഗി എത്ര ആസ്വദിച്ചിട്ട് മതിയാവുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. സൂപ്പർ കാറ്റായിരുന്നു. നമ്മുടെ ഈ ഓട്ടോ പ്രദക്ഷിണ യാത്രയ്ക്ക് അധികം സമയം എവിടെയും ചിലവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള നേരം മാക്സിമം എൻജോയ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ പോരുക ചെയ്തത്. അവിടുത്തെ അമ്പലം അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ സെറ്റപ്പൊക്കെ രക്ഷയില്ല. അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നന്നായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചെന്നൈയിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ പുളിസാദം, അതുപോലെ തമിഴ്നാടിൻ്റെതായ ട്രഡീഷണൽ അമ്പലത്തിൽ സെർവ് ചെയ്യുന്ന ചില ഫുഡുകളൊക്കെ ഉണ്ട്, സ്വീറ്റ്സൊക്കെ, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ട്രൈ ചെയ്തു. പിന്നെ അവിടുത്തെ എൻട്രി പോയിന്റിൽ ഇരുന്ന ഭയങ്കര കാറ്റാണ്. അവിടെ ഒരു മണ്ഡപം പോലെ ഉണ്ടാവും. കുറേ നേരം അവിടെ കിടന്നു. പിന്നെ നമ്മളെല്ലാം എൻജോയ് ചെയ്തിട്ട് നമ്മുടെ യാത്ര തുടർന്നു. നെക്സ്റ്റ് വീഡിയോയിൽ തെങ്കാശിലെ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോണതും അവിടുത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നതും, അതേപോലെ തന്നെ അവിടുന്ന് നേരെ ഉസ്ലംപട്ടി, ആണ്ടിപ്പട്ടി, പിന്നെ മേഘമലയ്ക്ക് പോയതും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്.